ആലപ്പുഴ പുന്നമടയിൽ ഹൗസ് ബോട്ടിൽ നിന്ന് കായലിലേക്ക് വീണ യുവതി മരിച്ചു. സ്പായിലെ ജീവനക്കാരിയും തമിഴ്നാട് രാജാപാളയം സ്വദേശി ശരണ്യ ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അസ്വാഭാവിക മരണത്തിന് ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്തു. ജോസി ബാബു നൽകും വിവരങ്ങൾ. ജോസി, പോലീസ് ഈ അപകടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? വിനിഷ, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തമിഴ്നാട് രാജപാളയം സ്വദേശിയായ 34 വയസ്സുകാരി ശരണ്യ രാധാകൃഷ്ണനാണ് മരിച്ചത്. ശരണ്യ സ്പാ ജീവനക്കാരിയാണ്. സ്പായുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഹൗസ് ബോട്ടിലെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ സഞ്ചാരികളായിരുന്നു ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇവർ 5 പേരുണ്ടായിരുന്നു. ഇവരെ നോർത്ത് പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ മറ്റ് ദുരൂഹതകളൊന്നും ഈ മരണത്തിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാൽവഴുതി വെള്ളത്തിൽ വീണാവാം മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ ബോട്ടിലുണ്ടായിരുന്ന സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെട്ട് കാൽവഴുതി വെള്ളത്തിൽ വീണതാകാമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ എന്ന് നോർത്ത് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തി. പുന്നമട ഹൗസ് ബോട്ടുകൾ ലാൻഡ് ചെയ്യുന്നിടത്ത് തന്നെയാണ് ബോഡി കണ്ടെത്തിയത്. ഈ സാധാരണഗതിയിൽ വൈകുന്നേരമാകുമ്പോൾ ഈ ബോട്ട് അടുപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ എല്ലാ ബോട്ടുകളും എത്തിക്കും. അതിനുശേഷം ആയിരിക്കും എല്ലാ ജീവനക്കാരും മടങ്ങിപ്പോവുക. അതിനുശേഷം ആണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് വിശദമായ പരിശോധന പോലീസ് നടത്തുന്നുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീഷ, ഈ ഹൗസ് ബോട്ടിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവർക്ക് യുവതിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, വിശദീകരണങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? രാത്രി വൈകിയും ഇവർ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ഹൗസ് ബോട്ടിലെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇവർ പലരും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു. അതിനുശേഷമാണ് മുറികളിലേക്ക് ഉറങ്ങാൻ പോയത്. അപ്പോഴാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഇവരുടെ മൊഴികളിൽ നിന്നും വൈരുദ്ധ്യമില്ല. എല്ലാ ആളുകളും ഒരേ രീതിയിലുള്ള മൊഴികളാണ് നൽകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ദുരൂഹത പ്രാഥമികമായി ഇല്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ അസം സ്വദേശിയായ ഒരു യുവതിയും സ്പാ ജീവനക്കാരി യുവതിയും ഈ ബോട്ടിലുണ്ടായിരുന്നു. അവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുമൊക്കെയും മറ്റു തരത്തിലുള്ള ദുരൂഹതയൊന്നും ഇല്ല എന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ വിനീഷ ചോദിച്ചതുപോലെ സ്വാഭാവികമായ ഒരു സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ അവിടെ സ്പാ ജീവനക്കാരി എത്തുകയും അവിടെ വെച്ചൊരു മരണം സംഭവിക്കുകയും ചെയ്യുന്നതൊക്കെയും സ്വാഭാവികമായ സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. പിന്നെ അതേസമയം തന്നെ ഇവർ കൃത്യസമയത്ത് തന്നെ ഈ അപകടമുണ്ടായതിന് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നും പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു സംശയം ഇപ്പോഴില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. വിനിഷ, ശരി. ജോസി ബാബുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.